കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനിരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങി തരും. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. മൈ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡാണ്. നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. സാർ ഇതിന്റെ അകത്തെ പോയിന്റ്, ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കിയ അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല. പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് നടത്തിയത്? 500 കോടി രൂപയിൽ കൂടുതൽ കൊണ്ടുവരുന്ന ആളുകളെ പൊന്നാട അണിയിച്ചത് എറണാകുളത്ത് വെച്ചിട്ട് ഞാനുണ്ടായിരുന്നല്ലോ. ഞാൻ ആ വേദിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ ആകർഷിക്കാനുള്ള ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുഴുവൻ നടപടികളെയും പൂർണ്ണമായ പിന്തുണ കൊടുത്ത ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ പൂർണ്ണമായ പിന്തുണ മുഴുവൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പഴയ വ്യവസായ മന്ത്രി അന്ന് വന്നപ്പോ അത് ഞങ്ങൾ വന്ന് പൂർണ്ണമായ പിന്തുണ കൊടുത്തു. കാരണം ഇൻവെസ്റ്റ്മെന്റ് വരണം. ഞങ്ങൾ പറഞ്ഞു മെസ്സേജ്, ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നമില്ല, ട്രേഡ് യൂണിയൻ മിലിറ്റൻസി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവും കൂടി ആ മീറ്റിംഗിൽ വന്ന് പറഞ്ഞു. നിങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും. കാരണം ഇവിടെ ഉണ്ടാകണം, കേരളം നശിക്കരുത്. അപ്പൊ ഇക്കണോമിക് മോഡൽ ഉണ്ടാവും. ആ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ് കൂടിയാണ്. സാർ, അവർക്കൊരു പങ്കാളിത്തം വേണ്ടേ? നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ നമ്മൾ എപ്പോഴും പറയും അത് റെമിറ്റൻസ് ആണ്. എന്നിട്ട് എന്താ ഗുണം? സ്റ്റേറ്റിന് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? സർ, അവരയക്കുന്ന ആ റെമിറ്റൻസ് ഇക്കോണമിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. പ്രവാസികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ഈ ബജറ്റിലെ ഏറ്റവും സുപ്രധാനമായ വാക്കതാണ്. റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിലേക്ക് പോകും. സാർ, വൻകിടക്കാരൊക്കെ വന്ന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാർ, ഇടത്തരക്കാർ, സാധാരണക്കാർ നമ്മുടെ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് ഒരു മോഡൽ, ഗവൺമെന്റ് ലാൻഡ് കൊടുക്കും. ലാൻഡാണ് ഗവൺമെന്റിന്റെ ഇക്വിറ്റി. ബാക്കി പണം അങ്ങനെ സമാഹരിക്കണം. സാർ, ഒരു 25,000 രൂപ മുതൽ അവർ 5 ലക്ഷം രൂപ വരെ ഷെയർ ആയിട്ട് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. സാധാരണക്കാർ, ഇടത്തരക്കാർ ചെയ്യട്ടെ. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പണി നിർത്തി ഇവിടെ വരുമ്പോൾ അതിന്റെ 10 ഇരട്ടിയായി അതിന്റെ വാല്യൂ കിട്ടും. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാൾ റിട്ടയർ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഷെയറിന്റെ വാല്യൂ കൂടും. കെ കരുണാകരൻ ഉണ്ടാക്കിയ സിയാൽ മോഡൽ എന്തെല്ലാം വിമർശനങ്ങളാണ് സാർ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഇന്ന് ആ ഷെയറിന്റെ വാല്യൂ എത്രയാണ്? സിയാലിന്റെ വാല്യൂ, ഷെയറിന്റെ വാല്യൂ എത്രയാണ്? അതിൽ നിക്ഷേപിച്ച ആളുകൾക്ക്, അതിൽ കുറെ ഉന്നതരായ ആളുകളാണ്. അവർ മാത്രം പോരാ സാർ, സാധാരണക്കാരായ പ്രവാസികളെ നിക്ഷേപകരാക്കി കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കി മാറ്റണം. സർ, ഞങ്ങൾക്കതെല്ലാം പ്ലാൻ ഉണ്ട്. ഞങ്ങളതെല്ലാം കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൗസിംഗ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, എൽഡർലി അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റീസ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ്. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ എംപ്ലോയബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അവർ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളിൽ എത്ര പണം വരും സാർ? പണം വരണ്ടേ? അവർ ഇടത്തെ നമ്മുടെ സാധാരണക്കാരായ പ്രവാസികൾ തിരിച്ചിവിടെ വന്നാൽ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് സാർ ഞങ്ങൾക്കുള്ളത്. സാർ, ഈ ഗവൺമെന്റ് AI ഒക്കെ പറഞ്ഞു, AI ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. അതിനുപയോഗിക്കേണ്ടി വന്നില്ല വൈറ്റ് പേപ്പർ. പക്ഷെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ സർക്കാർ ഉപയോഗിക്കും. സാർ, ഞങ്ങളുടേത് ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ആയിരിക്കും. കംപ്ലീറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മന്ത്രിമാരുടെ ഓഫീസിൽ മുഴുവൻ ഓരോ കാര്യത്തിലും നടക്കുന്നത് എന്താണ് എന്ന് അവിടെ അറിയാൻ പറ്റും സാർ.
ഒരു വില്ലേജ് ഓഫീസിലെ കളക്ഷൻ അറിയാൻ പറ്റും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ, GSTയുടെ കളക്ഷൻ അറിയാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ വന്നാൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെയർമാനും വ്യവസായ മന്ത്രി ഡെപ്യൂട്ടി ചെയർമാനും. സാർ, ഒരു നിക്ഷേപകൻ വന്നാൽ ഞങ്ങൾ അയാളോടൊരു ഗോ ഹെഡ് പറഞ്ഞാൽ 1 മാസത്തിനകം എല്ലാ ക്ലിയറൻസും നൽകുമെന്ന് പറഞ്ഞാൽ അയാളെ യാത്രയാക്കിയിട്ട് 6 മാസം കഴിയുമ്പോൾ അയാൾ അന്വേഷിക്കുന്ന പരിപാടിയല്ല. ഞങ്ങൾ ഓരോ ദിവസവും വാച്ച് ചെയ്യും. അയാൾക്ക് GST ക്ലിയറൻസ് കിട്ടിയോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടിയോ, LSED ക്ലിയറൻസ് കിട്ടിയോ, എന്താണ് തടസ്സം എന്ന് ഞങ്ങൾ വാച്ച് ചെയ്യും. സാർ, ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ഒരു നിക്ഷേപകനും സങ്കടമായി നിരാശരായി ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരില്ല. ഓരോ വകുപ്പുകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടു കൂടി ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത ഒരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് കേരളത്തിൽ ഉണ്ടാവും. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു ലീക്കേജ് ഫ്രം ദി എക്സ്ചക്കർ, 100 കോടി രൂപയുടെ ഒരു പദ്ധതി, 2 കൊല്ലം കാലാവധി. സാർ, 10 കൊല്ലം കഴിഞ്ഞാൽ തീരൂല. 100 കോടി ഈ 2 കൊല്ലത്തെ കാലാവധിക്ക് ലാൻഡ് എടുത്ത് കൊടുക്കൂല. അപ്പൊ എന്താ, കോൺട്രാക്ടർ രക്ഷപ്പെട്ടു. ആർബിട്രേഷൻ പോകുമ്പോൾ കോൺട്രാക്ട് പറയും 2 കൊല്ലമായിരുന്നു കാലാവധി. എല്ലാ ഗവൺമെന്റുകളും, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എല്ലാ ഗവൺമെന്റുകളും. അപ്പോൾ അയാൾക്ക് ആർബിട്രേഷനിൽ പോയി കോടികൾ കിട്ടും. 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലമാവുമ്പോൾ അതിന് 500 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെയാവും. 2 കൊല്ലം കൊണ്ട് തീർക്കാൻ. ഒരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലോ, ഒരു പ്രൈവറ്റ് സെക്ടറിലെ CEO ഒരു മാനേജറെ വിളിച്ചിട്ട് ഈ പ്രോജക്റ്റ് 1 വർഷം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ 366ാമത്തെ ദിവസം അത് ചെയ്തില്ലെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ല, സിസ്റ്റം ഇല്ല. അതിന് സിസ്റ്റം ഉണ്ടാക്കി ഞങ്ങൾ. പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് പ്രോട്ടോകോൾ ഉണ്ടാക്കി, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി, ഉത്തരവാദിത്വം ഉണ്ടാക്കും. ലാൻഡ് എടുത്തു കൊടുക്കാൻ സാർ 500ഓ 1000ഓ 2000ഓ സർവേയർമാരെ വെക്കട്ടെ സാർ. അതിന് ഉണ്ടാക്കുന്ന ചെറിയ തുകയാവുള്ളൂ. ലാൻഡ് എടുത്തു കൊടുക്കാത്തതിന്റെ പേരിൽ എക്സ്ചക്കറിൽ നിന്ന് കോടികളാണ് പോകുന്നത്. ഡിലേ ഇൻ ദ പ്രോജക്ട്സ്, ഡിലേ. എനിക്ക് 25 വർഷമായി, ഞാൻ പറഞ്ഞല്ലോ, MLA എന്നുള്ള അനുഭവമാണ്. സങ്കടം വരും സർ. ഞാൻ പണ്ട് ആദ്യം MLA ആവുമ്പോൾ കൊച്ചിയിൽ 36 കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി 98 തുടങ്ങിയതാണ്. 3 കൊല്ലം കൊണ്ട് തീരേണ്ടതാണ്. 2010 തീർന്നത്. 12 വർഷം കഴിഞ്ഞ് 36 കോടി രൂപയുടെ പദ്ധതി തീർന്നത് 172 കോടി രൂപയ്ക്കാ. ആരുടെ പണമാണ് സാർ? ആരുടെ പണമാണ്? ഞാനും നിങ്ങളും പാവപ്പെട്ടവരും അടയ്ക്കുന്ന നികുതി പണം. ചോർച്ച ഉണ്ടാകാൻ പാടില്ല. അതിനെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സാർ, ഒരു നയാ പൈസയുടെ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഗവൺമെന്റ് പോകുന്നത്. GST അടക്കമുള്ള വകുപ്പുകളെ ഞങ്ങൾ ആധുനികവൽക്കരിക്കും, റീസ്ട്രക്ചർ ചെയ്യും. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ടാക്സ് ഡ്രൈവ് നടത്തും, ചോർച്ച തടയും. ഒരുപാട് സാധനം കേരളത്തിൽ നിന്ന് പുറത്തു വന്ന് വിൽക്കുകയാണ് സാർ. വിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? സംസ്ഥാനത്തിന്റെ വരുമാനം ചോരുകയാണ്. ജെനുവിൻ ടാക്സ് പെയർ ഒരു കട പൂട്ടി പോവുകയാണ്. ടൈല് കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിൽക്കാണ്. കർണാടകത്തിൽ നിന്ന് ടൈല് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ B2Bയും B2Cയും, ബിസിനസ് ടു കസ്റ്റമറും കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ നികുതി ചോർച്ചയല്ല, ഗവൺമെന്റിന് സ്ഥിരമായി നികുതി അടയ്ക്കുന്ന നിരവധി കടകൾ പൂട്ടിപ്പോവുകയാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അതൊന്നും ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും സമ്മതിക്കില്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.